റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊൻപ്രഭയിൽ വിരിഞ്ഞ സ്വർണ്ണ പരിശുദ്ധിയാൽ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി ഐശ്വര്യ ഗോൾഡ് പാലസ്. സംശുദ്ധ സ്വർണവും ലേറ്റസ്റ്റ് ഡിസൈനുകളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. ട്രഡീഷണൽ, മോഡേൺ, ഹാൻഡ്മെയ്ഡ്, ലൈറ്റ് വെയ്റ്റ് തുടങ്ങിയ നിരവധി ഡിസൈനുകൾ. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്പെഷ്യൽ പാക്കേജുകൾ. ഇനി ഓരോ മുഹൂർത്തങ്ങളും ഐശ്വര്യയോടൊപ്പം ആഘോഷമാക്കൂ. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ, നന്നമ്മുക്ക് റോഡ്, ചങ്ങരംകുളം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഷറഫേറു മാസം ഷഹ്റു റമദാൻ, വിശുദ്ധിയുടെ ദിനങ്ങൾ ഓരോന്നായി നമ്മിൽ നിന്നും വിട പറയുന്നു. നാം ചെയ്ത അമലുകൾ അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഐശ്വര്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റമദാൻ ടെലിഗസിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഐശ്വര്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റമദാൻ ടെലിഗസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? മുഹമ്മദ് റയീസ്. എവിടുന്നാണ്? പറക്കുളം. എന്ത് ചെയ്യുന്നു? വെറുതെ ഇരിക്കാണ് അല്ലേ? എങ്ങനെയുണ്ട് റമദാനൊക്കെ? റാഹത്തായിട്ട് പോകുന്നുണ്ട് അല്ലേ? ഞങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. ചോദ്യത്തിലേക്ക് കടക്കാം. ബനു സായിദ ഗോത്രക്കാരുടെ പന്തലിൽ വെച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ഖലീഫ ആരായിരുന്നു? ഓപ്ഷൻ വേണോ? ഉമർ റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ആര്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നാണ് നിങ്ങൾ പറഞ്ഞ ഉത്തരം. ആ ഉത്തരം ശരിയാണ്. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഖലീഫ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഖലീഫ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻ വേണമല്ലേ? തരാം. പ്രതിനിധി, അനുയായി, യജമാനൻ. പ്രതിനിധി. പ്രതിനിധി എന്ന ഉത്തരമാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ ഉത്തരവും ശരിയാണ്. ഇനി ഒരു പാട്ടാണ്. ആ പാട്ടിന്റെ രചയിതാവ് ആരാണെന്ന് പറയണം. നോക്കാം അല്ലേ? അഷ്റഫുൽ ഖൽഖിൻ വഫാത്തിന്റെ നേരത്ത് അർളും സമാവാത്തും പൊട്ടിക്കരഞ്ഞല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിനെ സംബന്ധിച്ച് ഈ വരികൾ എഴുതിയത് ആരാണ്? ഓപ്ഷൻ വേണോ? ഒന്ന് ബാപ്പു വെളിപ്പറമ്പ്, രണ്ട് OM കരുവാരക്കുണ്ട്, മൂന്ന് ഉസ്താദ് അബൂബക്കർ കുട്ടി മാട്ടത്ത്. ആരാണ് ഇതിൽ ഈ വരികൾ എഴുതിയിട്ടുള്ളത്? ഒന്ന് ബാപ്പു വെളിപ്പറമ്പ്, രണ്ട് OM കരുവാരക്കുണ്ട്, മൂന്ന് ഉസ്താദ് അബൂബക്കർ കുട്ടി മാട്ടത്ത്. OM കരുവാരക്കുണ്ട് എന്നാണ് നിങ്ങൾ പറഞ്ഞ. ഉറപ്പിക്കാം അല്ലേ? ഉറപ്പിക്കാലോ? ഉറപ്പിക്കാം. OM കരുവാരക്കുണ്ട് എന്നാണ് നിങ്ങൾ പറഞ്ഞ ഉത്തരം. ആ ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം ഉസ്താദ് അബൂബക്കർ കുട്ടി മാട്ടത്താണ്. അദ്ദേഹമാണ് അത് എഴുതിയിട്ടുള്ളത്. 5000-ലധികം ഗാനങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം ഇല്ല.
മരണപ്പെട്ടു. അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. ആമീൻ. വീണ്ടും വിളിക്കുക. അസ്സലാമു അലൈക്കും. അയച്ചിട്ട് ഹലോ, അസ്സലാമു അലൈക്കും. അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലിഗസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഫാത്തിമ ഫാത്തിമ. ഫാത്തിമ എവിടുന്നാണ്? പിന്നറങ്ങാടി. പടിഞ്ഞാറങ്ങാടി. ചോദ്യം ചോദിക്കട്ടെ. ആ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റ ഉടൻ ഷാമിലേക്ക് ഒരു സംഘത്തെ അയച്ചു. ആ സംഘത്തിൻ്റെ നേതാവ് ആരായിരുന്നു? ഹലോ, ചോദ്യം പറഞ്ഞില്ലേ? ഓപ്ഷൻ തരട്ടെ. ആ, ഒന്ന് ഉസാമത്ത് ബിൻ സെയ്ദ്. ഹലോ. ഒന്ന് ഉസാമത്ത് ബിൻ സെയ്ദ്. ഉം, രണ്ട് അബ്ദുല്ലാഹിബിൻ റവാഹ. ഉം. മൂന്ന് അനസുബിൻ മാലിക്. ഇതിൽ ഏതാണ് ശരിയായ ഉത്തരം? ചോദ്യം കൂടി പറഞ്ഞില്ലേ? ചോദ്യം കൂടി പറഞ്ഞില്ലേ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്ത ഉടനെ ഷാമിലേക്ക് ഒരു സംഘത്തെ അയച്ചു. ആ സംഘത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഒന്ന് ഉസാമത്ത് ബിൻ സെയ്ദ്, അബ്ദുല്ലാഹിബിൻ റവാഹ, അനസുബിൻ മാലിക്. ഉസാമത്ത് ബിൻ സെയ്ദ്. ഉസാമത്ത് ബിൻ സെയ്ദ് എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ ഉത്തരം ശരിയാണ്. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ക്രിസ്താബ്ദം എത്രാം വർഷത്തിലാണ് ഉമർ റളിയല്ലാഹു അൻഹു ജനിച്ചത്? ക്രിസ്താബ്ദം എത്രാം വർഷത്തിലാണ് ഉമർ റളിയല്ലാഹു അൻഹു ജനിച്ചത്? ഓപ്ഷൻ വേണോ? 474, 584, 565. 474. 474 എന്നാണ് നിങ്ങൾ പറഞ്ഞ ഉത്തരം. ആ ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം 584 ആണ് കേട്ടോ. വീണ്ടും വിളിക്കുക. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലിഗസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഷിഫാന. എവിടുന്നാണ്? പൊന്നാനി. ഷിഫാന എന്ത് ചെയ്യുന്നു? 2ാം ക്ലാസ്സിലാ? എവിടെയാണ് പഠിക്കണത്? തെയ്യങ്ങാട് സ്കൂളിലാണോ? ആ, വീട് പൊന്നാനി എവിടെയാണ്? തെക്കേപ്പുറത്താണ് അല്ലേ? മദ്രസയിൽ പോകുന്നുണ്ടോ? എവിടെയാണ് മദ്രസ? തെക്കേപ്പുറം മദ്രസയിലാ? ഹാജിയർ മദ്രസയിലാണല്ലേ? എങ്ങനെ, ഉഷാറായിട്ട് പഠിക്കണുണ്ടോ? നന്നായി പഠിക്കുവോ? ആ, രാവിലെ നേരത്തെ എണീക്കാറുണ്ടോ? ഹലോ, രാവിലെ നേരത്തെ എണീക്കാറുണ്ടോ? മടി ഉണ്ടാവാറുണ്ടാ? ഇല്ല അല്ലേ? എന്നാ ചോദ്യം ചോദിക്കട്ടെ. അവിടെ ആരൊക്കെ ഉള്ളത്? എല്ലാവരും അടുത്ത് വിളിച്ച് നിർത്തിക്കോട്ടാ. എന്നിട്ട് ചോദ്യത്തിന്റെ ഉത്തരം ഓരോട് ചോദിക്കണം കേട്ടോ. ചോദിക്കട്ടെ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾ ഉമ്മു സൽമ റളിയല്ലാഹു അൻഹുവിനെ വിവാഹം ചെയ്തത് ആരായിരുന്നു? ഓപ്ഷൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ത്വൽഹ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു. നബിയുടെ മകൾ ഉമ്മു കുൽസൂ ബീവിയെ ആരാണ് വിവാഹം ചെയ്തത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ന ഉത്തരം ശരിയാണ്. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ? പറയില്ലേ? ഉത്തരം പറയോ? ഫാത്തിഹ ഓതൂലേ നിസ്കാരത്തില്? ഹലോ, നിസ്കാരത്തിൽ ഫാത്തിഹ ഓതൂലേ? ഫാത്തിഹ ഓതൽ ഖൗലിയായ ഫറലാണോ, ഫിഅലിയായ ഫറലാണോ, ഖൽബിയായ ഫറലാണോ? ഖൗലിയാണ്. ഖൗലിയായ ഫറലാണോ? ഖൗലിയായ ഫറലാണല്ലേ? ആ ഉത്തരവും ശരിയാണ്. മൂന്നാമത്തെ സമ്മാനത്തിലേക്കുള്ള ചോദ്യമാണ് കേട്ടോ. ഉത്തരം പറയില്ലേ? മുമ്പ് വിളിച്ചിരുന്നോ? ഇല്ല. പാട്ട് പാടുവോ? പാട്ട് എന്നാ ഒരു പാട്ട് പാടിക്കേ. ഉഷാറായിണ്ട് കേട്ടോ. നല്ല പാട്ട് കേട്ടോ. നന്നായി പാടുന്നുണ്ട് അല്ലേ? എന്നാ സമ്മാനം മേടിക്കണ്ടേ? സമ്മാനത്തിലേക്കുള്ള ചോദ്യം ചോദിക്കട്ടെ? ഉത്തരം പറയില്ലേ? നിസ്കാരത്തിന്റെ ഫറള് എത്രയാണ്? നിസ്കാരത്തിന്റെ ഫറള് 14. ആരാ പറഞ്ഞത്? മാമിയാ? 14 ശരിയാണോ? അല്ല, ഇഞ്ഞെന്തിനാ ഓപ്ഷൻ? എന്നാ ഓപ്ഷൻ പറഞ്ഞു തരട്ടെ? 6, 2, 14. ഓ, അതില് 14 വന്നില്ലേ? എന്നാ ഉറപ്പിക്കല്ലേ? എന്നാ ഒരു പാട്ട് കൂടി പാടൂ. പിന്നെ ബാക്കിയില്ലേ? ഹലോ. എന്തായാലും 14 എന്നാ പറഞ്ഞല്ലോ. 14 ഉത്തരം ശരിയാണ് കേട്ടോ. സമ്മാനം വാങ്ങിയിട്ടുണ്ട്. സന്തോഷല്ലേ? ഇൻഷാ അല്ലാഹ് വീണ്ടും വിളിക്കുക. അസ്സലാമു അലൈക്കും. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലികിസിലെ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ഇൻഷാ അല്ലാഹ് നാളെ ഇതേ സമയം നമുക്ക് ഒരുമിച്ച് കൂടുവാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പൊൻപ്രഭയിൽ വിരിഞ്ഞ സ്വർണ്ണ പരിശുദ്ധിയാൽ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി ഐശ്വര്യ ഗോൾഡ് പാലസ്. സംശുദ്ധ സ്വർണവും ലേറ്റസ്റ്റ് ഡിസൈനുകളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. ട്രഡീഷണൽ, മോഡേൺ, ഹാൻഡ് മെയ്ഡ്, ലൈറ്റ് വെയ്റ്റ്,
തുടങ്ങി നിരവധി ഡിസൈനുകൾ. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്പെഷ്യൽ പാക്കേജുകൾ. ഇനി ഓരോ മുഹൂർത്തങ്ങളും ഐശ്വര്യയോടൊപ്പം ആഘോഷമാക്കൂ. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ, നന്നമ്മുക്ക് റോഡ്, ചങ്ങരംകുളം.